ചെമ്പനിപ്പ് സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. നീലിമ വീണ്ടും നാട്ടിലെത്തുന്ന സമയത്ത് നീലിമയ്ക്ക് പോകേണ്ട ഇടങ്ങളിലെല്ലാം സച്ചി നീലിമയുമായിട്ട് പോകുന്നുണ്ട്. ഒരു ദിവസം നീലിമയ്ക്ക് പോകേണ്ട ഇടങ്ങളിലെല്ലാം കൊണ്ടുപോയതിനു ശേഷം നീലിമയെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇറക്കി വിടുവാണ്. പോകുന്ന മുമ്പായിട്ട് നമ്മുടെ സച്ചിയുടെ കയ്യിലേക്ക് ഒരു ഫെക്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും സച്ചിക്ക് ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് സച്ചിക്ക് മാത്രമല്ല രേവതിക്കും കൊടുക്കുന്നുണ്ട്. ഗിഫ്റ്റ് തന്ന നീലിമയോടൊപ്പം സച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു സെൽഫിയും കൂടി എടുത്തതിന് ശേഷമാണ് കേട്ടോ അവിടുന്ന് മടങ്ങുന്നത്. ആ ഗിഫ്റ്റ് കിട്ടിയ സന്തോഷത്തില് നേരെ രേവതിയെ വിളിക്കുകയും രേവതി എവിടെയാണെന്നുള്ള കാര്യം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് രേവതിയാണെങ്കിൽ അമ്മയുടെ കൂടെ അവിടെ പൂക്കടയിലാണ് കേട്ടോ. ഒപ്പം ദേവും ഉണ്ട്. ഉടനെ തന്നെ സച്ചി അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ട്. ഇറങ്ങുന്നത് തന്നെ കണ്ണാടിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. രേവതി സച്ചി ഇതുവരെ കാണാത്തൊരു കോലത്തിലായതുകൊണ്ട് പതിവില്ലാതെ എന്താ കണ്ണാടിയൊക്കെ വെച്ചിട്ടെന്ന് ചോദിക്കുകയാണേ. എങ്ങനെയുണ്ടെന്ന് രേവതി ആദ്യ അഭിപ്രായം പറ. അപ്പോഴേക്കും ഇടയിൽ കയറിയിട്ട് ദേവ് വന്നിട്ട് പറയുന്നുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട് സച്ചേട്ടാ, കണ്ടാല് ശരിക്കും ഒരു ഹീറോയെ പോലെ ഉണ്ടെന്ന്. ഇത് കേട്ട രേവതി പറയുന്നത്, ദേവു നീ അമ്പലനടയിൽ നിന്നുകൊണ്ട് കള്ളം പറയരുത് എന്നാണേ. ഓ അപ്പൊ നീ രസമില്ല എന്നാണല്ലേ പറഞ്ഞു വരുന്നത്? അല്ല സച്ചേട്ടാ, ഇത് ആരാ തന്നെന്ന് രേവതി വീണ്ടും ചോദിക്കുമ്പോ, നീയല്ലേ പറഞ്ഞത് രസമില്ല എന്ന്, അതുകൊണ്ട് ആരാണെന്നുള്ള കാര്യം നീ അറിയണ്ട എന്ന് പറഞ്ഞിട്ട് പിണങ്ങി നിൽക്കുന്നത് പോലെ തിരിഞ്ഞു നിൽക്കുവാണേ. സച്ചേട്ടാ ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആണോ ശരിക്കും? ആ അങ്ങനെയാണെങ്കിൽ നിനക്കും കണ്ണടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കണ്ണിൽ വെച്ചു കൊടുക്കുകയാണ്. രേവതി ഇത് എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വെക്കാനല്ലേ പറഞ്ഞത്? ഇത് ആര് തന്നു എന്നുള്ള കാര്യം പറ. നമുക്ക് രണ്ടുപേർക്കും ഗിഫ്റ്റ് തന്നതാണ്. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ ഒരു ട്രിപ്പ് പോയി കാനഡയിൽ നിന്ന് ഒരു മാഡം വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അവര് കാനഡയിൽ നിന്ന് വരുന്ന സമയത്ത് എനിക്ക് മേടിച്ചോണ്ട് വന്നതെന്ന് പറഞ്ഞിട്ട് ഇത് നിനക്ക് മേടിച്ചോണ്ട് വന്നതാന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ തന്നതാണ്. ഇത് കേട്ട് രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ, അല്ല സച്ചേട്ടൻ ട്രിപ്പ് പോകുന്നത് കൊണ്ട് അറിയാം, പക്ഷെ അവർക്ക് എങ്ങനെ എന്നെ അറിയുന്നത്? അത് രേവതി ചേച്ചി എപ്പൊ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും സച്ചേട്ടൻ രേവതി ചേച്ചിയെ കുറിച്ച് തന്നെയാണല്ലോ പറയുന്നത്. അങ്ങനെ അവർക്ക് അറിയുന്നുണ്ടാകും. ഇത് ചോദിക്കുന്നുണ്ട് കേട്ടോ, എങ്ങനെയുണ്ട് എനിക്ക് കണ്ണട വെച്ചിട്ട് എന്ന്. സൂപ്പർ ആയിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് അതിനകത്ത് രേവതിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ നന്നായിട്ടുണ്ട് സച്ചേട്ടാ, എങ്ങനെയാണെങ്കിൽ ഒരു സെൽഫി എടുക്കുമെന്ന് പറയുന്നുണ്ടേ ദേവു. എല്ലാരും വായെന്ന് പറഞ്ഞിട്ട് 4 പേരും കൂടി ചേർന്നിട്ടാണ് സെൽഫി ഒക്കെ എടുക്കുന്നത്. എല്ലാവരും കൂടി ചേർന്നുള്ള സെൽഫിയും അതുപോലെ തന്നെ സച്ചിയുടെയും രേവതിയുടെയും ഫോട്ടോസ് ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ദേവു. ഫോട്ടോസ് എടുത്തത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ മാറ്റി മാറ്റി നോക്കുമ്പോഴാണ് അതിനകത്ത് നീലിമയും അതുപോലെ തന്നെ സച്ചിയും കൂടി ചേർന്നെടുത്തൊരു ഫോട്ടോ കാണുന്നത്. ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ ദേവു ആണെങ്കിൽ സൂം ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് സച്ചിയേട്ട ഇത് ആരാന്ന് ചോദിക്കുകയാണേ. ഇതാണ് ആ കാനഡയിൽ നിന്ന് വന്നിരിക്കുന്ന മാഡം. രേവതി നീയും കൂടി നോക്കിക്കോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് രേവതിക്ക് അറിയില്ലല്ലോ ഇതാരാണെന്നുള്ള കാര്യം. രേവതിയും നോക്കുന്നുണ്ട്. സച്ചേട്ടാ ഇവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇവരെ നീ എങ്ങനെ ദേവു കാണുന്നത്? ഇവര് കാനഡയിലാണ്, ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടേക്ക് വരത്തുള്ളൂ. അല്ല ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ദേവു ഇങ്ങനെ ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് സുധിയുടെയും അതുപോലെ തന്നെ രേവതിയുടെയും എൻഗേജ്മെന്റ് നടന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഇവളവിടെ വന്ന കാര്യം ഓർക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതാണ് ചേച്ചി ആ പെണ്ണെന്ന് പറയുമ്പോൾ ഏത് പെണ്ണെന്ന് ചോദിക്കുകയാണ് കേട്ടോ രേവതി. ചേച്ചി ഈ പെണ്ണാണ് ചേച്ചിയുടെ എൻഗേജ്മെന്റിന്റെ സമയത്ത് അന്ന് റിസപ്ഷൻ നടത്തിയിട്ടില്ലായിരുന്നോ? സുധിയേട്ടനുമായിട്ട് അത്രയും ക്ലോസ് ആയിട്ട് നിന്ന് സംസാരിച്ചില്ലേ, ആ പെണ്ണാണ് ഇത്. ഫോൺ മേടിച്ചതിന് ശേഷം സച്ചി ചോദിക്കുന്നുണ്ട്, ഇത് നിനക്ക് കൺഫേം ആണോ ദേവു എന്നുള്ള കാര്യം. അതേ സച്ചിയേട്ടാ, അന്ന് എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ആ പെണ്ണിന്റെ പുറകെ പോകുന്ന സമയത്ത് അവള് ഫോണിനകത്ത് ഞാൻ നീലിമയാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. എന്താ നീ പറഞ്ഞത്, നീലിമയാണെന്നോ? ഇത് കേട്ട ഉടനെ തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ നിങ്ങളുടെ ഏട്ടൻ മുമ്പ് സ്നേഹിച്ച ആ പെണ്ണിന്റെ പേര് നീലിമ എന്ന് തന്നെയല്ലേ? അപ്പോ ഈ പെണ്ണ് തന്നെയാണോ അത് എന്നുള്ള കാര്യം നമ്മുടെ ലക്ഷ്മിയും ചോദിക്കുന്നുണ്ട്. ഇവര് കാനഡയിൽ നിന്നല്ലേ സച്ചേട്ട വന്നു എന്ന് പറഞ്ഞത്? നിങ്ങളുടെ ഏട്ടനെ പറ്റിച്ച ആ പെണ്ണും കാനഡയിൽ പോയിന്ന് തന്നെയല്ലേ സച്ചേട്ട പറഞ്ഞത്? അങ്ങനെ സച്ചി അന്ന് സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ സീനിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് ഓർക്കുന്നുണ്ട്. ലാസ്റ്റ് ടൈം ഈ പെണ്ണിവിടെ വന്ന സമയത്ത് സാക്ഷിയായിട്ട് എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് രേവതി നീയും എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അതേ ദിവസം തന്നെ സുധിയും ശ്രുതിയും ആ രജിസ്റ്റർ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ പെണ്ണാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം പുറത്തു വരുന്ന സമയത്ത് എന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, കാണാൻ പാടില്ലാത്തവരെ ഞാൻ കണ്ടു, പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് പോകാം എന്ന്. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് സച്ചിയേട്ടാ നിങ്ങളുടെ ഏട്ടന്റെ കയ്യിൽ നിന്നും പണം അടിച്ചുകൊണ്ട് പോയ പെണ്ണ് ഇതായിരിക്കോ? ഈ പെണ്ണിനെ ആയിരിക്കോ നിങ്ങളുടെ ഏട്ടൻ മുമ്പ് സ്നേഹിച്ചിട്ടുണ്ടാവുക? അതിനെക്കുറിച്ച് സച്ചി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ദേവു ഇടയ്ക്കേറിയിട്ട് പറയുന്നുണ്ട്, ചേച്ചി ഒരു സംശയം വേണ്ട, നിങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് സുധിയേട്ടൻ സ്നേഹിച്ച പെണ്ണ് ഇത് തന്നെയാണ്. ഓ അപ്പൊ ഇവളാണല്ലേ ആ കാശ് മോഷ്ടിച്ചോണ്ട് പോയ കേടി, എന്റെ അച്ഛന്റെ പണം മോഷ്ടിച്ചോണ്ട് പോയവള്. ഇവൾക്ക് വേണ്ടിയിട്ടാണല്ലേ ഞാൻ ഇത്രയും ദിവസം ട്രിപ്പ് ഓടിച്ചോണ്ടിരുന്നതും. എന്തോ ഒരു പ്രശ്നമുണ്ട് രേവതിന്റെ ഇടയില്. കഴിഞ്ഞ തവണ ഇവള് വന്നു പോയതിനു ശേഷമാണ് സുധി പുതിയ കട ആരംഭിച്ചത്. എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചി വണ്ടി എടുത്തിട്ട് നേരെ നീലിമ താമസിക്കുന്ന അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. അവിടേക്ക് എത്തിയതിനു ശേഷം കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. നീലിമ വന്നിട്ട് ഡോർ തുറക്കുവാണേ. സച്ചിയെ കണ്ട ഉടനെ തന്നെ, ഓ സച്ചി നീയായിരുന്നോ? ഞാനതിന് കാറൊന്നും ബുക്ക് ചെയ്തിട്ടില്ലല്ലോ, ഇന്ന് കാറിന്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം നീലിമ പറയുന്നുണ്ട്. കാറിന്റെ ആവശ്യം ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് പണം വേണം. പണമോ? സച്ചി എന്താ പറയുന്നതെന്നുള്ള കാര്യം തനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് നീലിമ വ്യക്തമാക്കുന്നുണ്ട്.
കാര്യം എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടി തന്നെയാണ് താൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് സച്ചി ഉള്ളിലേക്ക് അങ്ങ് കയറുവാണേ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും നീ എന്തിനാണ് ഉള്ളിലേക്ക് കയറി വരുന്നത്? അപ്പോഴേക്കും സച്ചി അവിടെ ഒരു ചെയറിൽ പോയിട്ട് ഇരിക്കുന്നുണ്ട്. നീ എന്താ നിന്റെ ഇഷ്ടത്തിന് കയറിയിട്ട് ഇവിടേക്ക് ഇരിക്കുന്നേ? ഞാൻ കാറ് വേണ്ടെന്നുള്ള കാര്യം സച്ചി നിന്റെ അടുത്ത് പറഞ്ഞില്ലേ, ഇറങ്ങിപ്പോ പുറത്തുനിന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടാണ് കേട്ടോ നീലിമ ചെയ്യുന്നത്. അതല്ലേ നീലിമ ഞാൻ പറഞ്ഞത്, നീ എന്താ എന്റെ പേര് വിളിക്കുന്നത്? വിളിക്കാൻ വേണ്ടിയിട്ടല്ലേ നീലിമ എന്നുള്ള പേര് നിനക്ക് ഇട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഇരുന്നിടന്ന് കാലിന്റെ മേലേക്ക് കയറ്റി വെക്കുന്നുണ്ട്. നിന്റെ സംസാരവും ആക്ടിവിറ്റീസും ഒന്നും ശരിയല്ല, മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോ. ധൃതി കാണിക്കല്ലേ, നിന്റെ പേര് നീലിമ എന്നല്ലേ എന്ന് ചോദിക്കുമ്പോ അത് ഞാൻ മുന്നേ പറഞ്ഞതല്ലേ, നീ എന്താ റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കുന്നത്? നിനക്ക് കൂടുതൽ സ്വാതന്ത്ര്യം തന്ന എന്നെ പറഞ്ഞാൽ മതി, നിന്നെയൊക്കെ വെക്കേണ്ടടുത്ത് വെക്കണമായിരുന്നു. നീലിമ, നീ കണ്ടിരിക്കുന്ന സച്ചി എന്ന ഡ്രൈവറിനെ മാത്രമാണ്, എന്നാൽ അതിനേക്കാളും മോശപ്പെട്ട ഒരാളെ എന്റെ ഉള്ളിലുണ്ട്. ആരെങ്കിലും തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ അതിരിക്കില്ല. ഈ സച്ചി ഉണ്ടല്ലോ കുറച്ച് പ്രശ്നക്കാരനും ദേഷ്യക്കാരനും ഒക്കെയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും കാര്യം എന്താ തനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് നീലിമ വ്യക്തമാക്കുന്നുണ്ട്. നിനക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം, നിനക്ക് സുധീന്ദ്രനെ അറിയോന്ന് ചോദിക്കാണേ. അത്രയും നേരം ദേഷ്യപ്പെട്ട നീലിമ ഒന്ന് പതറുന്നുണ്ട്. എന്നിട്ട് സുധിയോന്ന് ചോദിക്കാണേ, എന്താ നീ മറന്നുപോയോ? നിന്റെ എക്സ് ലവർ സുധി എന്താ ഇപ്പൊ ഓർമ്മയുണ്ടോ? ഒന്നോ രണ്ടോ പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മയിലുണ്ടാകും, നിനക്ക് എത്ര പേരുണ്ടെന്നുള്ള കാര്യം അറിയില്ലല്ലോ. അത് കേട്ട് നീലിമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. മൈൻഡ് യുവർ വേർഡ്സ്. ഞാൻ എന്താണോ നിന്റെ അടുത്ത് സംസാരിക്കേണ്ടത് ആ കറക്റ്റ് വാക്കുകൾ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ഒരു പാവപ്പെട്ട പെണ്ണാണ്, പുറം നാട്ടിൽ നിന്ന് വന്നതെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇന്നാണ് എനിക്ക് നിന്റെ തനി സ്വരൂപം മനസ്സിലായത്. സച്ചി ആവശ്യമില്ലാതെ സംസാരിക്കരുത്, ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. നിനക്ക് സുധി അറിയില്ലേ? അവനും നീയുമായിട്ട് എന്താണ് ബന്ധം? ബന്ധമുണ്ടല്ലോ, അവനും ഞാനും ഒരേ ബ്ലഡ് ആണ്, അവൻ എന്റെ ചേട്ടനാണ്. ഈ സുധിയെ പറ്റിച്ചിട്ട് 50 ലക്ഷം അടിച്ചു മാറ്റിട്ട് ഇവിടുന്ന് പോയില്ലേ, അവന്റെ അനിയനാണ് ഞാന്. എന്താ അവനെ മറന്നുപോയോ? അതുപോലെ തന്നെ അവന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുപോയ 50 ലക്ഷത്തിന്റെ കാര്യം മറന്നുപോയോ? ഇത് കേട്ട നീലിമയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചുറ്റി വളയ്ക്കൊന്നും വേണ്ട, നീ സുധിയുടെ അനിയനല്ലേ, അത്രയല്ലേ ഉള്ളൂ. എനിക്ക് കാര്യം മനസ്സിലായി. ഇപ്പോ നിനക്ക് എന്താണോ അറിയേണ്ടതെന്ന് വെച്ചാൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് എന്റെ അടുത്ത് ചോദിച്ചോളൂ. നീ അടിച്ചോണ്ട് പോയത് അവന്റെ പണമല്ല, അത് എനിക്കറിയാം, നിങ്ങളുടെ അച്ഛന്റെ റിട്ടയർമെന്റ് കാശല്ലേ. ഇത് കേട്ട സച്ചിയാണെങ്കിൽ ഓ അപ്പൊ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലേ നീ എടുത്തോണ്ട് പോയത്? ആ പണം ഉണ്ടല്ലോ എന്റെ അച്ഛൻ സമ്പാദിച്ചത് ആരെയും പറ്റിച്ചുകൊണ്ടൊന്നുമല്ല, എന്റെ അച്ഛന്റെ 35 വർഷത്തെ കഷ്ടപ്പാടാണത്. അതല്ലേടി നീ പറ്റിച്ചോണ്ട് പോയത്? ഇത് നോക്ക് സച്ചി, നിന്റെ അച്ഛനെ കബളിപ്പിച്ചത് ഞാനല്ല, നിന്റെ ഏട്ടനാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. എന്നാ അവന്റെ കയ്യിൽ നിന്നും നീയല്ലേ എടുത്തോണ്ട് പോയത്? അവനൊരു പൊട്ടനായതുകൊണ്ട് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും അവനെ കബളിപ്പിക്കാം. അവന്റെ കയ്യിൽ നിന്ന് നീ പണം അടിച്ചോണ്ട് പോയില്ലേ? ഇത്രയും നാളായിട്ടും ഞങ്ങൾ നിന്നെയായിരുന്നു തേടിക്കൊണ്ടിരുന്നത്. എന്നാ നീയാണെങ്കിൽ കറക്റ്റ് ട്രിപ്പിന് വേണ്ടിയിട്ട് എന്റെ കാറ് വിളിക്കുകയും ചെയ്തു. എന്റെ അച്ഛനെ പോലത്തെ ഒരാളെ പറ്റിച്ചുകൊണ്ട് പോയ നീ ഒരുപാട് നാളെ നിനക്ക് നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റുമെന്ന് നീ വിചാരിച്ചോ? ഇപ്പൊ സച്ചി നിനക്ക് എന്താണ് വേണ്ടത്? എന്റെ അച്ഛനെ പറ്റിച്ചുകൊണ്ട് പോയ 50 ലക്ഷം രൂപ എനിക്ക് തിരികെ വേണം. അത് കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി അടം പിടിച്ച് അവിടെ നിൽക്കുവാണേ. ഇത് കേട്ട നീലിമ ഇത് നോക്ക് എന്ന് പറഞ്ഞിട്ട് കഴിച്ചു കൊണ്ടുന്നുണ്ട്. നീ പറഞ്ഞോ പോലീസിനെയോ ആരെന്ന് വെച്ച വീടും വിളിച്ചോ, നിന്നെ ഒരുത്തൻ വീട്ടിൽ കയറിയിട്ട് ശല്യം ചെയ്യുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് വിളിക്കുന്നു പറയാണേ. ഇത് കേട്ട നീലിമയാണെങ്കിൽ ചിരിക്കുന്നുണ്ട്. ഞാൻ എന്തിനാണ് പോലീസിനെയൊക്കെ വിളിക്കുന്നത്? എന്തിന്? നീ ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം കേട്ടിട്ട് എനിക്ക് ചിരിയാണ് വരുന്നത്. നീ മോഷ്ടിച്ചോണ്ട് പോയ പണം ചോദിച്ചപ്പോ നിനക്ക് ചിരിയാണല്ലേടി വരുന്നത്? മര്യാദയ്ക്ക് കാശെടുത്ത് വെക്ക്, ഇല്ലെങ്കിൽ വിധം മാറും. ഞാന് അവന്റെ കയ്യിൽ നിന്ന് മേടിച്ച 50 ലക്ഷം രൂപ അവന് തന്നെ തിരികെ കൊടുത്തു. ഇത് കേട്ട സച്ചി പറയുന്നത്, എന്റെ ഭാര്യ പൂ കെട്ടുന്ന ആളാണ്, അവള് ദിവസവും ചുറ്റി വളച്ച് പൂ കെട്ടുന്നത് ഞാൻ കണ്ടുകൊണ്ടേയിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് നീ എന്റെ കാതിൽ പൂ വെക്കാൻ വേണ്ടി നിൽക്കണ്ട. ഞാൻ പറയുന്നത് സത്യമാണ്. കഴിഞ്ഞ തവണ ഞാൻ വന്ന സമയത്ത് സുധിക്ക് ആ പണം ഞാൻ തിരികെ കൊടുത്തു. എന്താ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയില്ലേ? അവൻ പണം തിരികെ കിട്ടിയ കാര്യം നിങ്ങൾ വീട്ടിൽ പറഞ്ഞില്ലേ? നീ ചുമ്മാ കള്ളം പറയരുതെന്ന് സച്ചി പറയുമ്പോ ഞാനെന്തിനാ കള്ളം പറയുന്നത്? 50 ലക്ഷം രൂപയും അതിന്റെ പലിശയും ചേർത്തിട്ട് ഞാൻ അവന് തിരികെ കൊടുത്തു. അപ്പോ ആ കാര്യത്തെ കുറിച്ച് നിങ്ങളുടെ ഫാമിലിയിൽ അവൻ പറഞ്ഞില്ലല്ലേ? നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കും ബുദ്ധിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നീലിമ കളിയാക്കണേ. നീ ഓവറായിട്ട് സംസാരിക്കണ്ട, ഓവറായിട്ട് സംസാരിക്കൊന്നും വേണ്ട. എപ്പോഴാണ് പണം തിരികെ കൊടുത്തതെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. ലാസ്റ്റ് ടൈം നിന്റെ ചേട്ടൻ എന്നെ കണ്ടു, പോലീസിൽ കംപ്ലൈന്റ് കൊടുത്ത് വെറുതെ പ്രശ്നം ഉണ്ടാക്കി, അപ്പൊ തന്നെ ഞാൻ പണം തിരികെ കൊടുത്തു, ലീഗലി സൈൻ ചെയ്യുകയും ചെയ്തു. സത്യം തന്നെയാണോ നീ ഈ പറയുന്നതെന്നുള്ള കാര്യം സച്ചി വീണ്ടും ചോദിക്കുന്നുണ്ട്. അന്ന് വിറ്റ്നസ് ആയിട്ട് സൈൻ ചെയ്തത് നീ തന്നെയല്ലേ? ഇത് കേട്ട സച്ചി, അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കോൺസ്റ്റബിൾ സൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അതെ ഈ കേസും തന്നെയാണ്. അന്ന് തന്നെ ഫുൾ സെറ്റിൽമെന്റ് ചെയ്തു. നീ കള്ളമല്ലല്ലോ, സത്യം തന്നെയല്ലേ പറയുന്നത്? സച്ചിക്ക് വീണ്ടും വിശ്വാസം വരാതെ ചോദിക്കുമ്പോ നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ചോദിച്ചാൽ മതി, ആ കോൺസ്റ്റബിള് കാര്യങ്ങളെല്ലാം നിന്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞു തരും. ഇതൊന്നും അറിയാതെയാണല്ലേ നീ കാശ് താ എന്ന് പറഞ്ഞിട്ട് വലിയ ഹീറോയിനെ പോലെ വന്നിട്ട് എന്റെ അടുത്ത് സംസാരിച്ചത് എന്ന് നീലിമ ചോദിക്കുമ്പോൾ
ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. നീ പറയുന്നതൊന്നും എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുമില്ല. ഇതിൽ നിന്ന് എന്തായാലും സച്ചി എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇപ്പോഴും നിങ്ങളുടെ ഏട്ടനുണ്ടല്ലോ, നിങ്ങളുടെ ഫാമിലിയെ പറ്റിക്കുന്നത് ഇപ്പോഴും വിട്ടിട്ടില്ല. എന്റെ അടുത്ത് നിന്ന് പണം മേടിച്ചിട്ട് നിങ്ങളടുത്ത് വന്നിട്ട് പറഞ്ഞില്ല അല്ലേ? ഇല്ല എന്ന് സച്ചി മറുപടി പറയുന്ന ഉടനെ തന്നെ ഞാനൊരു തേർഡ് പേഴ്സൺ ആണ്. എന്നാ സുധി, നിങ്ങളുടെ ഫാമിലി സെയിം ബ്ലഡ്, നീ പറഞ്ഞതുപോലെ അവനെ നിങ്ങളെ പറ്റിക്കുകയാണ്. നീയാണോ എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നത്? നീ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. അവൻ ഇപ്പോഴും ഞങ്ങളുടെ ഫാമിലിയെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എന്റെ അച്ഛന് വന്ന് ചേരേണ്ട പണമാണ്. അച്ഛനെയാണ് അവൻ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. സച്ചി, നിനക്കൊരു കാര്യം അറിയോ എന്തുകൊണ്ടാണ് ഞാൻ അവനെ ഇട്ടിട്ട് പോയ എന്നുള്ള കാര്യം? അവൻ അവന്റെ ഫാമിലിയെയും ബ്രദേഴ്സിനെയും എല്ലാവരും പറ്റിക്കുന്നു. അവന് എന്നെ പറ്റിക്കാൻ എത്ര സമയം എടുക്കും? അതുകൊണ്ടാണ് അവനെ പറ്റിച്ചിട്ട് ഞാൻ പോയത്. അവൻ എത്ര വിദഗ്ധമായിട്ടാണ് എല്ലാവരും പറ്റിക്കുന്നത്. അവൻ പുതിയതായിട്ട് കട ആരംഭിച്ചു. ആ കട ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള കാശ് അവന്റെ അമ്മായപ്പൻ അയച്ചു കൊടുത്തതെന്നാ പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കിയത്തോളം സുധിക്ക് അതിന് മാത്രമുള്ള ബുദ്ധിയൊന്നുമില്ല. ഇതിനൊക്കെ കാരണം ചിലപ്പോ അവന്റെ വൈഫായിരിക്കും. ആക്ച്വലി അവളാണ് പാർലറിൽ വെച്ചിട്ട് എന്നെ ലോക്ക് ചെയ്തത്. പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് 50 ലക്ഷം അതുപോലെ തന്നെ പലിശയും കൂടി ചേർത്തിട്ട് അവളാണ് ചോദിച്ചു മേടിച്ചത്. നിങ്ങളുടെ ഏട്ടനേക്കാളും ഡേഞ്ചർ അവളാണ്. അതിന് എന്നുള്ള മട്ടിൽ സച്ചി തലയാട്ടുന്നുണ്ട് കേട്ടോ. അവള് ഭയങ്കരമായിട്ടുള്ള കേടിയാണെന്ന്. എന്തായാലും ഇന്ന് വീട്ടിൽ നല്ലൊരു സീൻ നടക്കാൻ വേണ്ടി പോവാണ്. നീ ഒരു കാര്യം ചെയ്യ്, എന്റെ കൂടെ വന്നിട്ട് സത്യങ്ങളെല്ലാം വീട്ടിൽ തുറന്നു പറയണമെന്ന് പറയാണേ. ഞാൻ എന്തിനാണ് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് സത്യങ്ങളെല്ലാം പറയുന്നത്? അതെ, മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ ഈ കാര്യങ്ങളെല്ലാം അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വേറെ എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞിട്ട് ദിശ തിരിച്ചു വിടും. അതിനെന്താ സച്ചി, നിങ്ങളുടെ കയ്യില് പ്രൂഫ് തന്നാ പോരെ? പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരില്ലെന്ന് ചോദിക്കുകയാണേ. അതും പോയി പറഞ്ഞു കഴിഞ്ഞാല് അവൻ എന്ത് ചെയ്യും? എന്റെ അമ്മയുടെ അടുത്ത് പറയും ഞാൻ ആ പോലീസുകാരനെ സെറ്റപ്പ് ആക്കിയിട്ട് കൂട്ടിക്കൊണ്ടു വന്നതാണെന്ന്. അതിന് നീ നേരിട്ട് വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ സത്യമാണെന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കും. ഇത് കേട്ട നീലിമയാണെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും കൊടുത്തു തീർക്കേണ്ട ചെറിയൊരു കണക്ക് എനിക്ക് ബാക്കിയുണ്ട്. അതുകൊണ്ട് ഞാൻ വരാ എന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് പറയാണ് കേട്ടോ. കാണിക്കുന്നത് ചന്ദ്രമതി പുറത്തു പോയിട്ട് തിരികെ വീട്ടിലേക്ക് വരുവാണ് കേട്ടോ. വന്ന ഉടനെ തന്നെ രേവതി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. രേവതിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അപ്പുറത്ത് നിന്നിട്ട് ഫോണിൽ സംസാരിക്കുമ്പോൾ അവിടുന്ന് തന്നെയാണ് എന്താ അമ്മയെന്ന് ചോദിക്കുന്നത്. മഹാറാണി അവിടുന്ന് കേൾക്കുള്ളൂ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. രേവതിയാണെങ്കിൽ അമ്മയുമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ചന്ദ്രയ്ക്ക് അരികിലേക്ക് ചെല്ലുന്നത്. വെള്ളവുമായിട്ട് വെള്ളം കൊടുത്തിട്ട് അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, അമ്മേ ഇത്രയും അധികം പണം എടുത്തോണ്ട് പോയ ആൾക്കാരെ എങ്ങനെ ദൈവം വെറുതെ വിടുന്നത്? ദൈവം എന്തായാലും ഒരു വഴി കാണിച്ചു കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. രേവതി സംസാരിക്കുന്നത് ഈ 50 ലക്ഷത്തിന്റെ കാര്യത്തെ കുറിച്ചാണ്. കാരണം സച്ചി പോയിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ കാര്യം എന്തായി എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്മി വിളിച്ചിട്ടുണ്ടായിരുന്നത്. അമ്മയെ ഞാൻ എന്തായാലും പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് രേവതി ഫോൺ വെക്കുന്നുണ്ട്. ഫോൺ വെച്ച് കഴിഞ്ഞതിന് ശേഷം രേവതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചന്ദ്രയും കേട്ടിട്ടുണ്ടല്ലോ. എന്താടി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നിന്റെ വീട്ടില് അമ്മയ്ക്ക് മുമ്പിൽ വിളമ്പി കൊടുക്കുകയാണെന്ന് ചോദിക്കുമ്പോ അമ്മ ഒരു ആശങ്കയിൽ ചോദിച്ചു എന്നുള്ളൂ. ഇത്രയും പണം എടുത്തോണ്ട് പോയതല്ലേ, അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നുള്ള കാര്യം. എന്താ ഇപ്പോ വിവരം കിട്ടിയില്ലെങ്കിലും നിന്റെ അമ്മയാണെങ്കിൽ പോയിട്ട് തേടി പിടിച്ചിട്ട് പണം തിരികെ കൊണ്ടുവരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അമ്മ സാധാരണ പോലെ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഭയങ്കര സ്നേഹമല്ലേ അല്ലെങ്കിലും ഇവിടെയുള്ള ആൾക്കാരോട്. ദിവസവും ന്യൂസ് പേപ്പർ മാതിരി ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വീട്ടിൽ പറയുവാണ്. ഇതുകൊണ്ടാ പറയുന്നത് ഇങ്ങനത്തെ വീട്ടിൽ നിന്നൊക്കെ പെണ്ണുങ്ങളും കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അവസ്ഥ എന്നൊക്കെ. ഭർത്താവിന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അവിടെ വിളമ്പിക്കോളും. എന്റെ സ്ഥാനത്ത് നീ ശ്രുതിയൊന്ന് നോക്ക്. മലേഷ്യയിൽ ജനിച്ചവളാണ്. അവള് എത്ര പക്വതയോട് കൂടിയിട്ടാണ് നടക്കുന്നത്. വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അവള് പുറത്ത് പറയത്തേയില്ല. ശ്രുതിക്ക് നല്ലത് വരണമെന്ന് മാത്രമാണ് അവൾ ആഗ്രഹിക്കുന്നത്. എന്തിന്? ശ്രുതിക്ക് ബിസിനസ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് അവളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അവന്റെ മുന്നേറ്റത്തിന് എന്തെല്ലാം കാര്യങ്ങളാണോ വേണ്ടത് ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അവളെ കണ്ട് പഠിക്കാനൊക്കെയാണ് കേട്ടോ രേവതിയുടെ അടുത്ത് പറയുന്നത്. സച്ചി അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെ കണ്ടിട്ടാ പഠിക്കേണ്ട എന്നുള്ള കാര്യമൊക്കെ വ്യക്തമായിട്ട് ഇപ്പൊ മനസ്സിലാവും കേട്ടോ. രേവതി ആണെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. ഏതാണ് അമ്മയെ കണ്ടുപഠിക്കേണ്ടത്? 30 ലക്ഷം രൂപയുടെ വീടിന്റെ കച്ചവടം എന്ന് പറഞ്ഞിട്ട് തൊലച്ചു വന്നില്ലേ, അതൊക്കെയാണോന്ന് മുഖത്തടിച്ചതുപോലെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ ചാടി അങ്ങ് എഴുന്നേക്കാണ് കേട്ടോ ചന്ദ്ര. എന്താടി നിന്റെ അച്ഛന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമാണോ അത്? അവരുടെ 30 ലക്ഷം രൂപ അവർ തൊലച്ചു. അത് വെറും 30 ലക്ഷമാണ്. നാളെ ശ്രുതി അവളുടെ അച്ഛനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ 1 മണിക്കൂർ കൊണ്ട് പണം ഇവിടെ എത്തും. അപ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. രേവതിയുടെ അടുത്ത് വന്നിട്ട് വീട്ടില് എല്ലാവരും ഉണ്ടോ എന്ന് ചോദിക്കുകയാണെ. ഉണ്ട്. സച്ചേട്ടൻ പോയ കാര്യം എന്തായെന്ന് ചോദിക്കുമ്പോൾ പറയാൻ രേവതി എന്ന് പറഞ്ഞിട്ട് അച്ഛനെയും ബാക്കിയുള്ള എല്ലാവരും വിളിച്ചു വരുത്തുവാണ് കേട്ടോ സച്ചി അങ്ങോട്ടേക്ക്. എല്ലാവരും പുറത്തേക്ക് വന്ന ഉടനെ തന്നെ നമ്മുടെ രവിയുടെ അടുത്തും അതുപോലെ ചന്ദ്രയുടെ അടുത്തും അടുത്തടുത്തിരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അവരെ ഇരുത്തിയതിനു ശേഷം ജഡ്ജിമാരെ ഇരുന്നു. ഇനി വേണ്ടത് അന്ന് ചന്ദ്രയെ കൊണ്ടേ നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേബിള് സൈഡിൽ ഇങ്ങനെ ആക്കിയിട്ട് അതുപോലെ തന്നെ ശ്രുതിയെ നിർത്താൻ വേണ്ടിയിട്ട് ടേബിളൊക്കെ സെറ്റ് ആക്കി വെക്കുന്നുണ്ട് സച്ചി. ഇതുകൊണ്ട് വരുന്നത് കാണുമ്പോ വർഷ ചോദിക്കുന്നുണ്ട് കേട്ടോ, കോർട്ടില് വിചാരണ നടത്താൻ വേണ്ടി പോകുന്ന സെറ്റപ്പൊക്കെയാണല്ലോ ചെയ്യുന്നതെന്ന്. അതിനുവേണ്ടി തന്നെയാണെന്ന് സച്ചി. ശ്രുതിക്കും ഒരടി കിട്ടിയിട്ട് കൂടുതൽ നാളായിട്ടില്ല. ആ വീട് വാങ്ങുന്നതിന്റെ ഭാഗമായിട്ട് 30 ലക്ഷം രൂപ പറ്റിച്ചോണ്ട് പോയല്ലോ, അതിന്ന് ഒന്ന് റിക്കവർ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോഴേക്കും അടുത്ത തിരിച്ചടി കിട്ടുവാണ്. ഇനിയിപ്പോ ആരാണ് ആ കൂട്ടിനുള്ളിൽ നിർത്താൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം എല്ലാവരും ഇങ്ങനെ നോക്കും.
നോക്കുന്നുണ്ട്. ഉടനെ തന്നെ എടാ ബിസിനസ്മാനെ പോയിട്ട് കൂട്ടിന്റെ ഉള്ളിൽ കയറി നിക്കടാ എന്ന് പറയാണേ. ഞാനെന്തിനാ അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുന്നത്? നീ വന്നിട്ട് അച്ഛനും അമ്മയും ജഡ്ജിനെ പോലെ ഇരുത്തുന്നു, പോയിട്ട് ടേബിൾ എടുത്തോണ്ട് വന്ന് നിൽക്കുന്നു. ഇപ്പോ ഇതൊക്കെ എന്തിനാടാ ചെയ്യുന്നത്? അതൊക്കെ പറയാടാ, നീ വന്ന് നിക്കടാ എന്ന് പറഞ്ഞിട്ട് കൈ പിടിക്കുന്നുണ്ട്. സച്ചിയുടെ കൈ അങ്ങ് തട്ടി മാറ്റിക്കൊണ്ട് ഞാനെന്തിനാണ് അതിൻ്റെ ഉള്ളിൽ പോയി നിൽക്കുന്നത് കുറ്റവാളിയെ പോലെ? അത് തന്നെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. നീ മര്യാദയ്ക്ക് കൂട്ടുകയറി നിൽക്കുന്നു പറയാണേ. അപ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ എന്താണ് കാര്യം എന്നുള്ള കാര്യം പറയാതെ സച്ചി നീ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നത് എന്തിനാണ്? അത് തന്നെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരൊറ്റ കൂട് മാത്രമേ ഉള്ളൂ, 2 കുറ്റവാളികളുണ്ട്. എന്തായാലും സാറ് ആദ്യം വിചാരണ നടത്താം. സച്ചി എത്ര പറഞ്ഞിട്ടും ശ്രുതി കൂട്ടിൽ കയറി നിൽക്കുന്നില്ലല്ലോ. അവസാനം അങ്ങ് തള്ളി അങ്ങ് കയറ്റുവാണേ. സച്ചി കാണിച്ചു കൂട്ടുന്നത് കാണുമ്പോ രവി പറയുന്നുണ്ട്, ആദ്യം സച്ചി കാര്യം എന്താന്ന് വെച്ചാ നീ പറയടാ എന്ന്. അച്ഛ ഇത് കോർട്ടാണ്. എടാ ഇത് വീടാണ്. അച്ഛ ഇപ്പൊ ഇത് കോർട്ടാണ്. ഇതിലെ ജഡ്ജി അമ്മയാണ് ഇതിലെ തീർപ്പ് പറയേണ്ടത്. ശ്രുതി അവിടുന്ന് ഓടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും സച്ചി കൈ അങ്ങ് പിടിച്ച് അമർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. അച്ഛ ഇവനാണ് കുറ്റവാളി. എതിർകക്ഷിക്ക് വേണ്ടി വാദിക്കുന്ന വക്കീൽ ഞാനാണ്. അച്ഛ വിചാരണ തുടങ്ങിയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട ചന്ദ്ര വയ്ക്കുന്നുണ്ട്, രവിയേട്ട ഇവന്റെ തലയ്ക്ക് എന്തെങ്കിലും പറ്റിയോ? വിചാരണ കഴിയുന്ന സമയത്ത് ആരുടെ തലയ്ക്കാ പറ്റിയെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. എടാ വിഷയത്തിലേക്ക് വാ എന്ന് രവി വീണ്ടും പറയുമ്പോ തുടങ്ങാം. ചന്ദ്രയാണല്ലോ അവിടുത്തെ ജഡ്ജി. എന്റെ കക്ഷി രവീന്ദ്രൻ KSRTC ഡ്രൈവറായിട്ട് 35 വർഷം സർവീസിലിരുന്നു. റിട്ടയർമെന്റ് ആകുന്ന സമയത്ത് 55 ലക്ഷം രൂപ സെറ്റിൽമെന്റ് പണവും കിട്ടി. ഇതെല്ലാം സച്ചേട്ട അറിയുന്ന കാര്യമല്ലേന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോ ഓർഡർ ഓർഡർ ഓർഡർ, കുറുകെ സംസാരിക്കാൻ വേണ്ടി പാടില്ല എന്ന് സച്ചി തന്നെ പറയുന്നുണ്ട്. ഇത് കേട്ട വർഷയാണെങ്കിൽ ശ്രീകാന്ത് മിണ്ടാതിരിക്കുക. ആദ്യം സച്ചേട്ടൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ കേൾക്കാം. തുടർന്ന് വീണ്ടും ജഡ്ജിയെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആ പണം താനേ ഇങ്ങോട്ട് വന്നതൊന്നുമല്ല. 35 വർഷത്തെ അധ്വാനം, രാപ്പകല് കഷ്ടപ്പെട്ട് എല്ലാവരും സുരക്ഷിതത്തോടു കൂടിയിട്ട് വണ്ടിയിൽ കൊണ്ട് ഇറക്കി വിട്ടതിന് ശേഷം കിട്ടിയ പണമാണ്. അതും നേരോടെ സമ്പാദിച്ച പണം. ഈ നിൽക്കുന്ന സുധി എന്ന് പറയുന്ന കുറ്റവാളി ഉണ്ടല്ലോ, ആ 50 ലക്ഷം രൂപ എടുത്തിട്ട് ഓടിപ്പോയി. കുടുംബത്തെ പറ്റിച്ചുകൊണ്ട് ആ പണം എടുത്ത് ഓടിപ്പോവാന്ന് അവൻ വിചാരിച്ചത്. എന്നാ അവന് നീലിമ എന്ന് പറയുന്ന ഒരു പെണ്ണ് ഹൽവ കൊടുത്തു. അവളാണെന്നുണ്ടെങ്കിൽ പണം എടുത്തും കൊണ്ട് ഈ നാട് വിട്ട് തന്നെ ഓടിപ്പോയി. ഇത് കേട്ട ശ്രീകാന്ത് ആണെങ്കിൽ, സച്ചേട്ട ഇത് എല്ലാവർക്കും അറിയുന്ന കഥയാണല്ലോ, എന്തിനാ റീപ്ലേ ചെയ്യുന്നത്? ഇതുവരെ പറഞ്ഞതെല്ലാം നമുക്ക് അറിയുന്ന കഥയാണ്, പക്ഷെ അറിയാത്ത കഥകളുണ്ട്. അതുകൊണ്ടാണ് ഈ കേസ് വീണ്ടും ഓപ്പൺ ചെയ്തത്. ഇത് കേട്ട സുധിയുടെയും അതുപോലെ ശ്രുതിയുടെയും മുഖത്തിന്റെ എക്സ്പ്രഷൻ എന്താണെന്നുള്ള കാര്യം സച്ചി ഒന്ന് നോക്കുന്നുണ്ട്. ആ പണം തിരികെ തരാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ് അച്ഛന്ന് ചോദിക്കുമ്പോ, ആ പണം ഏതൊരു പെണ്ണ് എടുത്തോണ്ട് പോയില്ലേ, അവിടെയാണ് അച്ഛ ഒരു പ്രത്യേക ട്വിസ്റ്റ് ഉള്ളത്. എന്താ നമ്മളടുത്ത് ഇത്രയും നാൾ ശ്രുതി പറഞ്ഞത്, ആ പണം ആ പെണ്ണ് എടുത്തോണ്ട് പോയി ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല എന്ന്. എന്നാ സത്യം അതല്ല. ഇത് കേട്ടിട്ട് ശ്രുതിക്കും അതുപോലെ ശ്രുതിക്കും ടെൻഷൻ അടിച്ചിട്ട് ഒരു രക്ഷയുമില്ല കേട്ടോ. ചുമ്മാ ഓരോന്ന് പറയണ്ട. എവിടെയോ സിനിമയിൽ എവിടെയോ കോട്ടന്റെ എന്തോ സീന് കണ്ടിട്ട് ഇവിടെ ചുമ്മാ ഇങ്ങനത്തെ സീൻ ഉണ്ടാക്കുകയാണ്. ഇവന് വേറെ പണിയൊന്നുമില്ല. ഞാൻ ഷോറൂമിലേക്ക് പോയെന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. കൂട്ടിനിറങ്ങിയ സുധിയെ പിടിച്ച് അങ്ങോട്ട് വലിച്ചിങ്ങാണ്ട് കൂട്ടിനുള്ളിലേക്ക് ഇട്ടിട്ട് മര്യാദയ്ക്ക് ഇവിടെ നിക്കടാ എന്ന് പറയാണേ. വീണ്ടും ആ കൂട്ടിനിറങ്ങി ഓടരുതെന്ന് വിചാരിച്ച് ശ്രീകാന്തെ ഇങ്ങോട്ട് വാ എന്നിട്ട് അവന്റെ അവിടത്തെ കൈ പിടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. സുധിയുടെ ഒരു കൈ സച്ചിയും അതുപോലെ സുധിയുടെ മറ്റൊരു കൈ ശ്രീകാന്തും പിടിച്ച് അവിടെ അങ്ങ് നിർത്തുവാണ് കേട്ടോ. ഞാൻ ഡ്രാമ കളിക്കുകയാണെന്നല്ലേ? ആരാണ് ഡ്രാമ കളിക്കുന്നത്? നീയല്ലേ? അത് ഞാനിപ്പോ തീരുമാനാക്കി തരാം. സച്ചി നീ എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നതെന്നുള്ള കാര്യം ഒന്നും മനസ്സിലാവുന്നില്ല, കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതി പറ എന്ന് രവി ചോദിക്കുന്ന സമയത്ത്, അച്ഛാ നീലിമ എന്ന് പറയുന്ന പെണ്ണ് ഇവന്റെ കയ്യിൽ നിന്നും പണം എടുത്തിട്ട് കാനഡയിലേക്ക് പോയി എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അതിൽ നമ്മുടെ കുറ്റവാളി ഉണ്ടല്ലോ കള്ളൊന്നും പറഞ്ഞിട്ടില്ല. എന്നാ പണം തിരികെ വന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞില്ലേ, അത് പച്ച കള്ളമാണ്. ഇത് കേട്ട ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ സുധിയേട്ട പണം അപ്പൊ തിരികെ കിട്ടിയോന്ന് ചോദിക്കുന്നുണ്ട്. എടാ അതൊക്കെ വന്നിട്ട് മാസങ്ങളായി. സച്ചിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും ശ്രുതിക്കാണെങ്കിൽ കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. സച്ചി സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു എന്നുള്ളത്. സച്ചിയേട്ടൻ എന്താ പറയുന്നത് എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോ, ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്. 50 ലക്ഷവും പലിശയും ചേർത്ത് സുധി അത് എപ്പോഴോ കൈപ്പറ്റിയിട്ടുണ്ട്. എന്താണ് നീ പറഞ്ഞത്, പണം വാങ്ങിയെന്നോ? അതെ അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ ഇതില് 2 അക്യൂസ്ഡ് ഉണ്ടെന്ന്. ഒന്നാമത്തത് ഇവനും രണ്ടാമത്തത് നമ്മുടെ പൗഡർ എടുത്തിയാണ്. ഇത് കേട്ട ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കണ്ണും തുറിച്ചിങ്ങനെ നോക്കി നിൽക്കുവാണ് കേട്ടോ ഞെട്ടലോട് കൂടിയിട്ട്. പക്ഷേ ശ്രുതി പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതെങ്ങനെങ്കിലും സച്ചി പറയുന്നത് കള്ളാണെന്ന് പറയണല്ലോ, അവർക്ക് രണ്ടുപേർക്കും രക്ഷപ്പെടണല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. ഓടിപ്പോയനും പൗഡർ എടുത്തും കൂടി ചേർന്നിട്ടാണ് നീലിമയുടെ കയ്യിൽ നിന്ന് ആ പണം തിരിച്ചു മേടിച്ചത്. കഥ പറയണോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ, ഇത് പുതിയ കഥയൊന്നല്ല, ഒരുപാട് നാളുകൾക്ക് മുമ്പ് നടന്ന പഴയ കഥയാണ്. തുടർന്ന് രവി ചോദിക്കുന്നുണ്ട്, ശ്രുതി ആ പണം തിരികെ കിട്ടിയോ എന്ന്. ഇല്ല അച്ഛാ, ഇവൻ ചുമ്മാ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയൊന്നുമില്ല, അച്ഛൻ ഇതൊന്നും വിശ്വസിക്കരുത്. ശ്രുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണല്ലോ ചന്ദ്ര സംസാരിക്കുക. ഇത് നോക്ക് രവിയേട്ട, ശ്രുതി ഇപ്പോ 30 ലക്ഷം രൂപ പറ്റിക്കപ്പെട്ട് വന്ന് നിൽക്കുവാണ്. അതല്ലെങ്കിലും ചെയ്തതിന്റെ കൂലി തിരികെ കിട്ടുമല്ലോ. ഇവൻ അച്ഛന്റെ പണം എടുത്തോണ്ട് പോയി, അതുപോലെ തന്നെ ഇവനെ ഒരാൾ പറ്റിച്ചുകൊണ്ട് പണം കൊണ്ടുപോയി. സച്ചിയേട്ടാ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവുന്നു വർഷ പറയുമ്പോ, ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല വർഷേ. ഇവനെ പറ്റിച്ചുകൊണ്ട് പോയ ആ നീലിമയുടെ കയ്യിൽ നിന്ന് ഇവൻ തിരികെ പണം